പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ തുടർന്നുണ്ടായ വിവാദത്തിൽ സർക്കാരിന്റെ നിർണായക നീക്കം. പ്രസ്താവന നടത്തിയ പാലാ ബിഷപ്പിനെ മന്ത്രി വി എൻ വാസവൻ സന്ദർശിച്ചു. വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ എന്തും പറയാവുന്നൊരു കാലഘട്ടമാണ്. കാരണം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു തകർന്ന കൂടാരം. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തും വിളിച്ചു പറയാമല്ലോ. ഞങ്ങളെങ്ങനെ ഇല്ല, ഞങ്ങളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ സംസാരിച്ച പ്രധാനമായ ആശുപത്രിയെക്കുറിച്ച് സംസാരിച്ചു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്പങ്ങളൊരു പാലം വരുന്നതിനെക്കുറിച്ച് നേരത്തെ പിതാവ് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് മതസൗഹാർദ്ദം തകർക്കാനോ മതേതരത്വം തകർക്കാനോ ആരെയും അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചുറപ്പിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് നിലപാടാണ്. ആ നിലപാടിൽ നിന്നൊരിക്കലും ഗവൺമെൻറ് പുറകോട്ട് പോകില്ല. ബിഷപ്പിനോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും കൊണ്ടാണ് അദ്ദേഹത്തെ കാണാനെത്തിയത് എന്നും വി എൻ വാസവൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ബിഷപ്പിനെ സന്ദർശിച്ചതിന് തൊട്ടു പിറ്റേ ദിവസമാണ് മന്ത്രിയുടെ സന്ദർശനം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കുറേ നേരം നീണ്ടുനിന്നോ അവരുടെ കൂടിക്കാഴ്ച? എന്താണ് അവർ പരസ്പരം ആശയവിനിമയം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? അതിനുശേഷം മന്ത്രി മറ്റെന്തൊക്കെ പറഞ്ഞു? സനീഷ്, മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആയി എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ തന്നെയാണ് മന്ത്രി വന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു ഇത്. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശ പ്രകാരമാണ് അദ്ദേഹം ഇവിടെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട ശേഷം ഇങ്ങനെയുള്ള വർഗീയത പരാമർശങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്ന് പറഞ്ഞ ശേഷം സഭയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിനുശേഷം അങ്ങനെ പിന്നീട് ഇടപെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നും മന്ത്രി വി എൻ വാസവൻ രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ ഉന്നയിക്കുന്നുമുണ്ട്. എന്തായാലും ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കാനും സർക്കാരിന് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവുമായാണ് അദ്ദേഹം പുറത്തു പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊരു അനൗദ്യോഗിക സന്ദർശനമാണ്. പാലാ ബിഷപ്പ് പണ്ഡിതനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും താൻ കേട്ടിട്ടുണ്ട്. നിരവധി വിഷയങ്ങളിൽ, വിവിധ മതങ്ങളുടെ വിഷയങ്ങളിലടക്കം വലിയ പാണ്ഡിത്യമുള്ള നേതാവാണ് അദ്ദേഹം എന്നുകൂടി അദ്ദേഹത്തെ പറയുകയാണ്. വലിയ സൗഹൃദവും അദ്ദേഹത്തോടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദ സംഭാഷണമായാണ് ഇത് വിലയിരുത്തുന്നത്. പലതവണ ഇവിടെ വന്നിട്ടുള്ളതാണ്. സർക്കാർ പ്രതിനിധി എന്ന നിലയിലല്ല എത്തിയത് എന്നുകൂടി വി എൻ വാസവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടിരിക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതാണ് വി എൻ വാസവന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. സനീഷ്. ശരി, നന്ദി ശ്രീജിത്ത്. വിവരങ്ങൾക്ക്. ഈ വിഷയത്തിൽ വിവാദത്തിൽ സർക്കാർ നേരിട്ട് തന്നെയും ഇടപെടുകയാണ്. മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിച്ച് പാലാ ബിഷപ്പിനോടുള്ള ബഹുമാനം വെച്ച് തന്നെയാണ് പതിവ് സന്ദർശനം നടത്തിയത്. പക്ഷേ എന്ന് അദ്ദേഹം പറഞ്ഞു, വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് ഇടയാക്കുന്ന സംഗതികളെ അതിശക്തമായിട്ട് എതിർക്കുമെന്ന് കൂടെ മന്ത്രി കൂട്ടിച്ചേർത്തു. പാലാ ബിഷപ്പിൻ്റെ വിവാദ പരാമർശത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി പറഞ്ഞത്. സർക്കാർ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും ജോസ് കെ മാണി നേരത്തെ കോട്ടയത്ത് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. സർക്കാർ അതിനകത്തുള്ള ചില ഈ പറയുന്ന ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് വീണ്ടും ഒരു വേറെ ഒരു ചർച്ചയിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യങ്ങളുമില്ല. പലർക്കും ഇത് വേറെ രീതിയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കും ആഗ്രഹം. അതിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ക്യാമ്പസുകളിൽ തീവ്രവാദ റിക്രൂട്ടിംഗ് എന്ന് CPM-ഉം പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് പാർട്ടി റിപ്പോർട്ട് പറയുന്നു. ക്രൈസ്തവ വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെയും ഗൗരവത്തോടെ കാണണം. സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ നേതാക്കൾക്ക് നൽകിയ കുറിപ്പിലാണ് ഈ പരാമർശങ്ങൾ. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും വലിയ ചർച്ചയാകുന്ന സമയത്താണ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് CPM-ഉം പറയുന്നത്. ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി പറയുന്ന ഭാഗത്താണ് ഇത് എന്നതും ശ്രദ്ധേയം. വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കാനുള്ള ബോധപൂർവ ശ്രമങ്ങളുണ്ട്. പ്രൊഫഷണൽ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കാനാണ് ശ്രമം. താലിബാനെ പിന്തുണയ്ക്കുന്ന ചർച്ചകൾ പോലും കേരളത്തിൽ രൂപപ്പെടുന്നു. ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും CPM. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കാണാറില്ല.
എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവമായി കാണണം. മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ക്രിസ്ത്യാനികളെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും CPM മുന്നറിയിപ്പ് നൽകുന്നു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കാലഹരണപ്പെട്ട വിശ്വാസങ്ങളെ തിരിച്ചുകൊണ്ടുവന്ന അതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ് BJP. അങ്ങനെയാണ് അവർ പ്രവർത്തനം വ്യാപിപ്പിച്ചത്. ക്ഷേത്ര വാർഡുകൾ തുടർച്ചയായി ജയിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. ക്ഷേത്രവിശ്വാസികളെ വർഗീയവാദികളുടെ പിന്നിൽ അണിനിരത്തുന്ന രീതി ഇല്ലാതാക്കണം. വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. വർഗീയവാദികളുടെ കൈകളിലേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നും അണികളോട് CPM നിർദ്ദേശിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോളേജുകളിൽ പെൺകുട്ടികളെ വശീകരിക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്ന CPM ലവ് ജിഹാദ് ഉണ്ട് എന്ന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ചോദിച്ചു. പാലാ ബിഷപ്പിന്റെ പരാമർശത്തെ വിമർശിച്ചവരാണ് CPM. ഒടുവിൽ പാർട്ടി രേഖകളിൽ ഇതൊക്കെ സമ്മതിക്കുകയാണെന്നും സുരേന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് പരസ്യമായി സമ്മതിക്കാൻ CPM തയ്യാറാവാത്തത്? കലാലയങ്ങളിൽ പെൺകുട്ടികളെ വശംവദകളാക്കി മതപരിവർത്തനത്തിന് ശ്രമം നടക്കുന്നു എന്നുവരെ പറഞ്ഞു വെക്കുന്ന CPM ഇതുതന്നെയാണ് ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് എന്ന് തുറന്ന് സമ്മതിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ഈ ഇരട്ടത്താപ്പ് CPM നേതൃത്വം അവസാനിപ്പിക്കണം. ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ഭീകരവാദ ശക്തികളുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ അവർ ഉപയോഗിക്കുന്നു. മുൻ ജനറൽ സെക്രട്ടറി K. ശിവദാസൻ നായരുടെ സസ്പെൻഷൻ റദ്ദാക്കി KPCC. അച്ചടക്ക ലംഘനത്തിന് നൽകിയ നോട്ടീസിനുള്ള മറുപടി തൃപ്തികരമെന്ന് KPCC പ്രസിഡന്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാർട്ടിക്ക് കരുത്തും ശക്തിയും നൽകാൻ ശിവദാസൻ നായരുടെ സേവനം ഉപയോഗിക്കുമെന്ന് K. സുധാകരൻ കുറിപ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പരസ്യമായിട്ടുള്ള പ്രസ്താവനയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത്. നേരത്തെ വിശദീകരണം നൽകിയ KP അനിൽകുമാർ ഇപ്പോൾ ആ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് പാർട്ടി പുറത്താക്കുകയും CPMൽ ചേരുകയും ചെയ്തു. ശിവദാസൻ നായരെ ആ പാർട്ടി സർവാത്മന തിരിച്ചു സ്വീകരിക്കുകയാണ് അല്ലേ? തീർച്ചയായും ശിവദാസൻ നായരുടെ വിശദീകരണം തൃപ്തികരമെന്ന് നേരത്തെ തന്നെ KPCC വിലയിരുത്തിയിരുന്നു. പാർട്ടിയുടെ വളർച്ചയ്ക്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രതികരണം മാത്രമേ താൻ നടത്തിയിട്ടുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുപറ്റി എന്ന തരത്തിലുള്ള വിശദീകരണമാണ് ശിവദാസൻ നായർ നൽകിയത്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ KPCC തീരുമാനം. എന്തായാലും ശിവദാസൻ നായരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ശിവദാസൻ നായരുടെ പ്രവർത്തനം പാർട്ടിക്ക് വലിയ ഭാവിയിലേക്ക് വലിയ നേട്ടമാകുമെന്ന ഒരു പ്രസ്താവന കൂടി സുധാകരൻ നടത്തുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒപ്പം തന്നെ ശിവദാസൻ നായർ രണ്ടുപേരുടെയും വിശദീകരണം തൃപ്തികരമാണെന്നും ഇതിൽ തുടർ നടപടി വേണ്ട എന്ന തത്വത്തിലുള്ള തീരുമാനം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അത് തീരുമാനമായി തന്നെ പുറത്തു വരുന്നത്. അതേസമയം അനിൽകുമാറിനെതിരെ തന്നെ നടപടിയെടുത്തിരുന്നു. അനിൽകുമാർ വിശദീകരണം നൽകിയിരുന്നെങ്കിൽ കൂടിയും അതിൽ മറ്റൊരു മറുപടി നൽകാൻ KPCC നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ശിവദാസൻ നായരുടെ വിശദീകരണം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തരത്തിൽ തീരുമാനമുണ്ടാവുന്നത്. ഇത് സജിത്ത്, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളെ തുടർന്ന് ഈ അച്ചടക്ക ലംഘന നടപടികളിൽ ഏർപ്പെട്ട മറ്റു നേതാക്കളുണ്ടോ? അവരോടുള്ള വിശദീകരണമൊക്കെ തൃപ്തികരമാണോ? ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ ചില പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നുവല്ലോ. സനീഷ് സൂചിപ്പിച്ച പോലെ ഈ അച്ചടക്ക നടപടികൾ, ഇപ്പോഴെടുക്കുന്ന അച്ചടക്ക നടപടികൾ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്ന ആശങ്ക പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട്. പ്രത്യേകിച്ച് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു സംഘടനാ രീതി നിലനിന്നിരുന്ന കോൺഗ്രസിൽ പെട്ടെന്ന് അച്ചടക്കം കൊണ്ടുവരുന്നു എന്ന രീതിയൊന്നും നേതാക്കൾ പെട്ടെന്ന് ഉൾക്കൊള്ളില്ല എന്ന ആശങ്ക അവർ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തായാലും ശിവദാസൻ നായരുടെ അത് പിൻവലിക്കുന്നു. അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തെ സംഘടനാ പരിപാടികളുടെ ഭാഗമാക്കുന്നു. ആ തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് ഗ്രൂപ്പുകളും കൂടി അവരുടെ സമ്മർദ്ദം കൂടി ശിവദാസൻ നായരെ തിരിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഇതിനുവേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ ശിവദാസൻ നായരെ തിരിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും സനീഷ് സൂചിപ്പിച്ച പോലെ ഈ പെട്ടെന്നെടുക്കുന്ന അച്ചടക്ക നടപടികൾ ഉചിതമാണോ എന്നൊരു സംശയം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പൊതുവിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നേതാക്കൾ പാർട്ടി വിടുന്ന പ്രവണത ശക്തിപ്പെട്ടു വരുന്നു. ഒപ്പം തന്നെ CPM നേതൃത്വം ഇത്തരക്കാരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകൂടി കരുതലോടെയായിരിക്കും ഇനി കോൺഗ്രസിന്റെ നീക്കം. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. ലക്ഷദ്വീപ് ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. ഡയറി ഫാം അടച്ചുപൂട്ടൽ, സ്കൂളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം എന്നിവ ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഈ ഹർജികൾ തള്ളിയത്?
സനീഷ്, ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് സമരമുഖത്ത് നിൽക്കുന്ന സംഘടനകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഹർജികൾ കോടതി തള്ളിയിരിക്കുന്നു. നേരത്തെ താൽക്കാലികമായ സ്റ്റേ ജൂൺ മാസത്തിൽ അനുവദിച്ചിരുന്നു. പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളുടെ ഭക്ഷണ മെനു ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഡയറി ഫാം അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളാണ് നേരത്തെ ഹൈക്കോടതി പരിഗണിക്കുകയും ഈ നടപടികൾക്ക് സ്റ്റേ അനുവദിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അന്തിമ വാദത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ സ്റ്റേ നീക്കിയിരിക്കുന്നത്. അതായത് ഭരണകൂടത്തിന്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് ആവില്ല എന്ന വാദം അംഗീകരിച്ചാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. നേരത്തെ ലക്ഷദ്വീപ് ഭരണകൂടവും ഒപ്പം കേന്ദ്ര സർക്കാരും ഈ വാദം തന്നെയാണ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കുട്ടികളുടെ മെനുവിലെ പരിഷ്കാരങ്ങളടക്കം നടത്താൻ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ചുവടുപിടിച്ച നടപടിക്രമങ്ങൾ കൈക്കൊള്ളാൻ അഡ്മിനിസ്ട്രേഷന് അവകാശമുണ്ട് എന്ന് കോടതിയിൽ വാദിക്കുകയായിരുന്നു. ഒപ്പം ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്ന ഡയറി ഫാമുകൾ കനത്ത നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ നഷ്ടത്തിൽ ഓടുന്ന ഒരു സ്ഥാപനവുമായി ഏറെ നാൾ മുന്നോട്ട് പോകാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല എന്ന വാദവും മുന്നോട്ട് വെച്ചിരുന്നു. ഈ രണ്ട് വാദമുഖങ്ങളും അംഗീകരിച്ചാണ് ഇപ്പോൾ നിർണായകമായ ഉത്തരവ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. കേരള കോൺഗ്രസിനും തനിക്കുമെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേരത്തെയും പ്രതിഷേധിച്ചിട്ടുണ്ട് എന്ന് ജോസ് കെ മാണി പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. പ്രതിഷേധത്തെക്കുറിച്ച് കാനത്തോട് തന്നെ ചോദിക്കണമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. അത് ഇനി എന്നോട് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാനം രാജേന്ദ്രൻ. ഒരു മുതിർന്ന നേതാവാണ്, CPIയുടെ നേതാവാണ്. അദ്ദേഹത്തിനെ ഞാൻ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക്. പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും നടപടിക്കൊരുങ്ങി CPM. പെരിന്തൽമണ്ണയിലെ തോൽവിയുടെ കാരണമാണ് അന്വേഷിച്ചതെങ്കിൽ പൊന്നാനിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുണ്ടായ പരസ്യ പ്രതിഷേധമാണ് CPMന് അന്വേഷണ വിഷയം. പെരിന്തൽമണ്ണയിൽ വെറും 38 വോട്ടിനായിരുന്നു ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥി KP മുഹമ്മദ് മുസ്തഫയുടെ തോൽവി. മറ്റ് കക്ഷികളുടെ വോട്ട് സമാഹരിക്കാൻ മുസ്തഫയ്ക്ക് കഴിഞ്ഞപ്പോൾ പാർട്ടി വോട്ടുകൾ മുഴുവൻ ലഭിച്ചില്ല എന്നാണ് അന്വേഷണ കമ്മീഷന്റെ വിലയിരുത്തൽ. പെരിന്തൽമണ്ണ നഗരസഭ മുൻ ചെയർമാൻ മുഹമ്മദ് സലീം അടക്കം 5 പേരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരുന്ന മുഹമ്മദ് സലീം KP മുഹമ്മദ് മുസ്തഫയ്ക്ക് വേണ്ടി പ്രചരണത്തിൽ സജീവമായില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും സ്വാധീന മേഖലകളിലും വിചാരിച്ചത്ര വോട്ട് ലഭിക്കാതിരുന്നത് ഗൗരവമായാണ് നേതൃത്വം കാണുന്നത്. പൊന്നാനിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് നടന്ന പരസ്യ പ്രതിഷേധമാണ് കമ്മീഷൻ അന്വേഷിച്ചത്. TM സിദ്ദിഖിന് വേണ്ടി നടന്ന പ്രതിഷേധ പ്രകടനവും P ശ്രീരാമകൃഷ്ണന് വേണ്ടി സംഘടിപ്പിച്ച ഒപ്പുശേഖരണവും പോസ്റ്റർ പ്രചരണവുമായിരുന്നു മുഖ്യമായും അന്വേഷിച്ചത്. താഴെത്തട്ടിലെ വിഭാഗീയതയും തെറ്റായ പ്രവണതകളും നിയന്ത്രിക്കാൻ പൊന്നാനിയിലെ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ. അണികൾ തെരുവിലിറങ്ങിയപ്പോൾ നേതൃത്വം കാഴ്ചക്കാരായി നിന്നുവെന്നും വിമർശനമുണ്ട്. TM സിദ്ദിഖ് പിന്നീട് പ്രചരണത്തിൽ സജീവമായിരുന്നുവെങ്കിലും മുൻപ് നടന്ന പരസ്യ പ്രതിഷേധങ്ങൾ തടയാൻ ശ്രമിച്ചില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു. PK സേനയുടെ നേതൃത്വത്തിലുള്ള 2-അംഗ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പാർട്ടി നേതൃത്വം തീരുമാനിക്കും. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ തിടുക്കത്തിൽ നടപടികൾ പ്രഖ്യാപിച്ചേക്കില്ലെന്നാണ് സൂചന. ന്യൂസ് 18 മലപ്പുറം. ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷക സെസി സേവ്യറിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഉടൻ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി MS സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് നടന്നത്? സനീഷ്, ഹൈക്കോടതിയാണ് ഇപ്പോൾ ശശി സേവ്യറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. താൻ മനഃപൂർവ്വം ആൾമാറാട്ടമോ വഞ്ചനയോ നടത്തിയിട്ടില്ല എന്നാണ് ശശി സേവ്യർ വാദിച്ചത്. ഒപ്പം ഈ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് ഇത്തരത്തിലൊരു അഭിഭാഷകയായി നിലനിന്നതും ഒപ്പം ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതും ഇത് മനഃപൂർവ്വമായിരുന്നില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇവരുടെ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. നേരത്തെ സർക്കാരും രൂക്ഷമായി തന്നെ ഇവരുടെ ജാമ്യ ഹർജി എതിർത്തിരുന്നു. ഒരു തരത്തിലും ജാമ്യം നൽകാനാവുന്ന കുറ്റമല്ല അവർ ചെയ്തത് എന്നാണ് വാദിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാവണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ വിവാദം ഉയർന്ന ശേഷം ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു ആദ്യഘട്ടത്തിൽ കേസെടുത്തത്. പിന്നീട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇതറിയാതെ ആലപ്പുഴ കോടതിയിൽ കീഴടങ്ങാനെത്തിയ ശശി സേവ്യർ ജാമ്യമില്ല വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്ത് നിന്നും ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം 2 മാസങ്ങളായി തന്നെ ശശി സേവ്യർ ഒളിവിൽ കഴിയുകയാണ്. ഇനി ഹൈക്കോടതി വിധിയുടെ ഈ പശ്ചാത്തലത്തിൽ അവർ കീഴടങ്ങുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സനീഷ്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. വയനാട് പനമരം ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. ചോദ്യം ചെയ്യലിനിടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അർജുൻ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ട റിട്ടയർഡ് അധ്യാപകരായ കേശവന്റെയും ഭാര്യ പത്മാവതിയുടെയും അയൽവാസിയാണ് അർജുൻ. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, എന്താണ് ഉണ്ടായിരിക്കുന്നത്? പോലീസ് എന്താണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്?
സനീഷ്, കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അർജുനാണ് പ്രതി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തുള്ള ഭാഷ്യം. നിലവിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ തന്നെ അർജുനെ സംശയാസ്പദമായ നിലയിൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതിന്റെ ഇടയ്ക്ക് ചോദ്യം ചെയ്യലിനിടയ്ക്ക് അർജുൻ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ശേഷം വീണ്ടും വിശദമായി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട കേശവൻ മാസ്റ്ററുടെയും പത്മാവതി ടീച്ചറുടെയും വീടിന് സമീപമുള്ള കോളനിവാസിയാണ് അർജുൻ. ഇദ്ദേഹം നിലവിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും മറ്റും ഹോട്ടൽ ജോലികളും ഷോപ്പുകളിൽ മറ്റും ജോലി ചെയ്ത് വരികയായിരുന്നു. കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട ജോലി നഷ്ടപ്പെട്ടതോടെയാണ് നാട്ടിലേക്ക് എത്തിയത്. തുടർന്ന് നാട്ടിലായിരുന്നു ഇദ്ദേഹം കൂലിപ്പണികൾക്കും മറ്റും പോയിരുന്നത്. ഇതിനിടയിൽ ഒരു മൊബൈൽ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അന്ന് ചോദ്യം ചെയ്തിരുന്നു. അതിൽ ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചതിനെ തുടർന്നാണ് വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലുകൾക്ക് അടുത്തിടെ വിളിച്ചത്. അപ്പോഴാണ് വളരെ നാടകീയമായി പ്രതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്കും മറ്റും ശ്രമിച്ചത്. ഇത് കൂടുതൽ പോലീസിനെ പ്രതിയിലേക്ക് എത്തിക്കുന്നതിൽ സഹായകമായി. തുടർന്ന് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എന്തായാലും വലിയ ഞെട്ടലാണ് പ്രദേശവാസികൾ. രതീഷ്, ഇവര് എപ്പോഴായിരുന്നു കൊല ചെയ്യപ്പെട്ടത്? അത് പോലീസിന്റെ അന്വേഷണം ഇയാളിലേക്ക് മാത്രമായിട്ട് നിൽക്കുകയാണോ? ഇയാൾ ഒരാൾ മാത്രമാണ് കൊലപാതകം നടത്തിയത് എന്നാണോ പോലീസ് പറയുന്നത്? എന്ത് കാരണമാണ് കൊലപാതകത്തിന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്? സനീഷ്, വളരെ നാടകീയമായ രീതിയിലാണ് പോലീസ് അർജുനിലേക്ക് എത്തിച്ചേർന്നത്. കാരണം പ്രദേശത്തെ ആളുകളെ 3 മാസം മുമ്പാണ് കൊലപാതകം നടന്നത്. ഈ ദമ്പതികളായ അധ്യാപക ദമ്പതികൾ ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. പുലർച്ചെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് 700ഓളം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നു. നേരിട്ട് പോലീസ് എത്തി ചോദ്യം ചെയ്തിരുന്നു. നിരവധി തവണ നാട്ടുകാർ ഉൾപ്പെടെ സംഘടിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള ആശങ്ക അറിയിച്ച് വലിയ വലിയ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. പ്രദേശത്തെ ആളുകൾ നിരന്തരമായി പോലീസ് ചോദ്യം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നാട്ടുകാർക്കിടയിൽ പോലും ഉണ്ടായിരുന്നു. കാരണം നിരന്തരമായി ആളുകളെ സംശയാസ്പദമായ നിലയിൽ കാണുന്ന ആളുകളെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ പോലീസ് വളരെ വിശദമായ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഈ അർജുനിലേക്ക് എത്തിച്ചേർന്നത്. സാമ്പത്തികമായി സാമ്പത്തിക പണം കൈക്കലാക്കാനുള്ള സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് അർജുന്റെ ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അല്പസമയങ്ങൾക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, നന്ദി രതീഷ് ആ വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം തടഞ്ഞുകൊണ്ട് സംയുക്ത സമരസമിതിയും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നേരത്തെ രാവിലെ മുതൽ തന്നെ സമരമുണ്ട്, ഇപ്പോഴും അത് തുടരുകയാണോ? മത്സ്യത്തൊഴിലാളികളും സംയുക്ത സമരസമിതിയുടെ പ്രവർത്തകരും സമാധാനപരമായിട്ടാണോ പ്രതിഷേധിക്കുന്നത്? സനീഷ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ സംയുക്ത സമരസമിതിയും കരിമണൽ ഖനനം തടഞ്ഞുകൊണ്ട് പൊഴിമുഖത്തേക്ക് എത്തിയത്. തുടർന്ന് അവിടെ പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുകയും മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കരിമണൽ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഖനനം നിർത്തിവെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ മണൽ നീക്കം ഇപ്പോൾ നടക്കുന്നില്ല. മറിച്ച് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സമരസമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും തോട്ടപ്പള്ളി പൊഴിമുഖത്തെ കരിമണൽ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി തീരശോഷണം, അതിലോല തീരമേഖലകളിൽ വലിയ തോതിൽ തീരശോഷണം സംഭവിക്കുന്നു എന്നുള്ള ആരോപണമാണ് സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയുള്ള ഖനനം അശാസ്ത്രീയമാണെന്നുള്ള വാദവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുന്നതെന്നാണ് സർക്കാർ വാദം. എങ്കിൽ പോലും ഇതിൽ പരിസ്ഥിതി ആഘാത പഠനമടക്കം നടന്നിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ആ തീരത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടവുമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് സമരസമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. സനീഷ്, ശരി, നന്ദി ശരണ്യ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഗ്രാമിന് 60 രൂപയും പവന് 480 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിൻ്റെ വില 4340 രൂപയായി. പവന് 34,720 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ആഗോള വിപണിയിലെ വിലയിടിവാണ് കേരളത്തിലും പ്രതിഫലിച്ചത്.
GST കൗൺസിലിന്റെ നിർണായക യോഗം ലക്നൌവിൽ തുടങ്ങി. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെങ്കിലും ഇന്ന് തീരുമാനമുണ്ടാകില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുന്നതിലെ കേരളം, മഹാരാഷ്ട്ര, UP അടക്കമുള്ള സംസ്ഥാനങ്ങൾ എതിർക്കും. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്ന കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശയാണ് യോഗം പരിഗണിക്കുന്നത്. ശുപാർശ ചർച്ചയ്ക്ക് വന്നാൽ കേരളം, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ നീക്കത്തെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളും നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നിലവിൽ ഈ ശുപാർശ ചർച്ചയ്ക്ക് വന്നാൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള വെളിച്ചെണ്ണയും സൗന്ദര്യവർദ്ധക വസ്തു എന്ന നിലയിൽ വിറ്റഴിക്കുന്ന വെളിച്ചെണ്ണയും തമ്മിൽ വേർതിരിക്കണമെന്ന ശുപാർശ GST കൗൺസിൽ പരിഗണിച്ചേക്കും. 1 കിലോയ്ക്ക് മുകളിലുള്ള പാക്കറ്റിൽ വിൽക്കുന്ന എണ്ണ ഭക്ഷ്യ ആവശ്യത്തിനായി കണക്കാക്കി 5% നികുതി നിലനിർത്തണം. എന്നാൽ അതിന് താഴെയുള്ളവ സൗന്ദര്യവർദ്ധക വസ്തുവായി കണക്കാക്കി 18% നികുതി ചുമത്തണമെന്നാണ് നിർദ്ദേശം. ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണ് എങ്കിൽ 1 കിലോയിൽ താഴെയുള്ള പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്ന സാഹചര്യമുണ്ടാകും. ഭക്ഷ്യ ഡെലിവറി ആപ്ലിക്കേഷനുകൾക്ക് GST ചുമത്തുന്നതിനെക്കുറിച്ചും പാദരക്ഷകൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ നികുതി നിരക്കുകൾ പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ചും യോഗം ആലോചിക്കുന്നുണ്ട്. ഇഷ്ടിക ചൂളകൾ, ഗുഡ്ക, പാൻ മസാല, വ്യവസായ ഉൽപാദന ശേഷി അടിസ്ഥാനമാക്കിയുള്ള മണൽ ഖനനം എന്നിവയ്ക്ക് പുതിയ നികുതി സമ്പ്രദായം ഏർപ്പെടുത്തണമെന്ന് ചില സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യവും GST കൗൺസിൽ പരിഗണിച്ചേക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മരുന്നുകൾക്കും ഉപകരണങ്ങൾക്കും നൽകുന്ന നികുതി ഇളവ് ഡിസംബർ 31 വരെ തുടരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. GST നഷ്ടപരിഹാര കാലാവധി നീട്ടണമെന്ന സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിന്മേലും ഇന്ന് ഒരു പക്ഷേ വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. AR നഗർ സഹകരണ ബാങ്ക് വഴി അനധികൃത ഇടപാടുകൾക്കായി ജീവനക്കാരുടെ പേരിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ VK ഹരികുമാർ അക്കൗണ്ടുകൾ തുടങ്ങിയതായി മൊഴി. AR നഗർ ബ്രാഞ്ചിലെ മാനേജർ ഉൾപ്പെടെ 12 ജീവനക്കാർ തിരൂരങ്ങാടി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നൽകിയ മൊഴി ന്യൂസ് 18 ലഭിച്ചു. ബാങ്കിലെ 257 അക്കൗണ്ടുകൾ വഴി 1021 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ നടന്നുവെന്നാണ് കണ്ടെത്തൽ. AR നഗർ സഹകരണ ബാങ്കിൽ കള്ളപ്പണ ഇടപാട് നടക്കുന്നുവെന്ന പരാതിയിൽ ആദായ നികുതി വകുപ്പ് നിർദ്ദേശപ്രകാരമാണ് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയത്. 257 കസ്റ്റമർ ഐഡികളിലായി 862 അക്കൗണ്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതിൽ പല അക്കൗണ്ടുകളും ബാങ്കിലെ ജീവനക്കാരുടെ പേരിലാണ്. ബാങ്ക് മാനേജർ PK വിജി, ഓഡിറ്റർ മുഹമ്മദ് ഷഫീഖ് മുതൽ പ്യൂൺ മുഹമ്മദ് അനസ് വരെയുള്ളവരുടെ പേരുകളിൽ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ജീവനക്കാർ അറിയാതെയും ചിലരെ നിർബന്ധിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് മൊഴി. മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ VK ഹരികുമാറാണ് ഈ അക്കൗണ്ടുകൾ വഴി പണമിടപാടുകൾ നടത്തിയതെന്ന് ജീവനക്കാർ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു. ഇതിനു പുറമെ 257 അക്കൗണ്ടുകൾക്ക് തിരിച്ചറിയൽ രേഖകളില്ലെന്ന് ബാങ്ക് സെക്രട്ടറി വിജയ് മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരം അക്കൗണ്ടുകൾ വഴി 1020 കോടിയോളം രൂപയുടെ അനധികൃത ഇടപാട് നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകളിലെ ഇടപാടുകൾ അന്വേഷിക്കാനെത്തിയപ്പോൾ VK ഹരികുമാർ രേഖകൾ കൈമാറാൻ വിസമ്മതിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹരികുമാർ ബിനാമിയാണെന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണമാണ് ബാങ്ക് വഴി വെളുപ്പിച്ചതെന്നുമാണ് KT ജലീലിന്റെ ആരോപണം. ഹരികുമാർ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവായതിനാൽ പാർട്ടിയിലെ ഒരു വിഭാഗം AR നഗർ ബാങ്കിനെതിരെ അന്വേഷണമെന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കൊല്ലം മയ്യനാട് ബാങ്ക് വായ്പാ തിരിമറിയിൽ നിശബ്ദത പാലിച്ച് CPM ജില്ലാ ഘടകം. സഹകരണ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചതിനാൽ പാർട്ടി കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. തിരിമറി വിവാദത്തിന് പിന്നിൽ പ്രാദേശികമായി നിൽക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനവും കാരണമായി എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കാനാണ് നിക്ഷേപകരിൽ ചിലരുടെ തീരുമാനം. CPM കൊല്ലം ജില്ലാ ഘടകത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് മയ്യനാട് സഹകരണ ബാങ്കിലെ വായ്പാ തിരിമറി. നിലവിൽ 1 കോടി രൂപ തിരിമറി നടത്തിയ വിവരമാണ് പുറത്തുവന്നതെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉയർന്ന സംഖ്യ സംബന്ധിച്ച രേഖകൾ വെളിപ്പെടുമെന്നാണ് സൂചന. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി നിയന്ത്രിക്കുന്ന ബാങ്കിനെ കുറിച്ച് ആരോപണമുയർന്നിട്ടും പാർട്ടി തലത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാത് സഹകരണ സംഘങ്ങളാണ് ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്. ആ നിലയിലുള്ള പരാതികളോ കാര്യങ്ങളോ പാർട്ടിയുടെ അടുത്ത് ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ പാർട്ടി ആ കാര്യങ്ങൾ യഥാവിധി പരിശോധിച്ച് അതിലേറ്റവും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. തട്ടിപ്പ് സംബന്ധിച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പരാതി ലഭിച്ചെങ്കിലും സഹകരണ വകുപ്പോ പാർട്ടി നേതൃത്വമോ നടപടി സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് അന്വേഷണത്തിന് തീരുമാനിച്ചു. ബാങ്ക് ജീവനക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് നിർദ്ദേശം. അതേസമയം ഭരണസമിതി അംഗങ്ങളെ ഒഴിവാക്കിയുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. വായ്പാ ഇടപാടുകളും നിക്ഷേപവും സംബന്ധിച്ച് EDയുടെ അന്വേഷണം ആവശ്യപ്പെടാനാണ് പരാതിക്കാരുടെ തീരുമാനം.
വി വിനോദ്, ന്യൂസ് 18 കൊല്ലം. വെളിയിൽ BJP പ്രവർത്തകർക്ക് പോലും അത്ര സുപരിചിതനല്ലാത്തയാൾ. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യവസായം നടത്താൻ പോയിരുന്ന ഗുജറാത്തി കോടീശ്വരന്മാരെ മടക്കി വിളിച്ചു തുടങ്ങിയതാണ് ആ വേറിട്ട വഴിയിലെ സഞ്ചാരം. വാജ്പേയി സർക്കാർ തുടർഭരണമില്ലാതെ കേന്ദ്രത്തിൽ വീണപ്പോഴും ഗുജറാത്തിൽ മോദിക്ക് ബദലില്ലായിരുന്നു. വാജ്പേയി മാത്രമായിരുന്നില്ല അപ്പോൾ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. രാജ്യമെങ്ങും രഥയാത്ര നടത്തി BJPക്ക് അടിത്തറയുണ്ടാക്കിയ LK അദ്വാനിയും ഉണ്ടായിരുന്നു. തന്ത്രജ്ഞനായ മുരളി മനോഹർ ജോഷിയും തീപ്പൊരിയായ ഉമാഭാരതിയും ഉണ്ടായിരുന്നു. ഇവരൊക്കെ കാഴ്ചക്കാരായി നിൽക്കെയാണ് മോദി 2014 നായകനായത്. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के പിന്നെ 5 ആണ്ടിനു ശേഷം ഒരു കോൺഗ്രസ് ഇതര സർക്കാരിനും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സമ്പൂർണ്ണ തുടർഭരണം. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं. 2021 പിറന്നാൾ ദിനത്തിലും ചിത്രം മാറുന്നില്ല. വിവാദങ്ങളും വിമർശനങ്ങളും ദിവസവും എന്നതുപോലെ ഉയരുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദിക്ക് ബദലായി പ്രതിപക്ഷത്തു മാത്രമല്ല BJPയിലും ഇനിയുമാരും ഉയർന്നു വന്നിട്ടില്ല. സ്വാമിയേ ശരണം അയ്യപ്പ, സ്വാമിയേ ശരണം അയ്യപ്പ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാളിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് സംസ്ഥാനത്തെ BJP നേതാക്കൾ. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കാസർഗോഡ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം സന്ദർശിച്ചു. O രാജഗോപാൽ തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത്. അന്നദാനമടക്കമുള്ള പരിപാടികളാണ് പാർട്ടി സംസ്ഥാന ഘടകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. ജനപ്രതിനിധി എന്ന നിലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നേക്ക് 51 വർഷം പൂർത്തിയാക്കി. ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഇന്ന് നടക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 17 ഉമ്മൻചാണ്ടി MLA സ്ഥാനത്ത് 50 വർഷം പൂർത്തിയാക്കിയത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി പ്രകാശനം ഇന്ന് നടക്കും. മഖ്ബൂൽ റഹ്മാൻ സംവിധാനം ചെയ്ത ദി അൺനോൺ വാരിയർ എന്ന ഡോക്യുമെൻ്ററി പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ റിലീസ് ചെയ്യും. മലയാളം കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലും ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. പണക്കിഴി വിവാദത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരായി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണപക്ഷമായ UDFൽ കടുത്ത പ്രതിസന്ധി. 4 കോൺഗ്രസ് കൗൺസിലർമാർ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അല്ലല്ല, ഞാനത് CPM പോലത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ ആ ഗൗരവത്തിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കേസുകളുടെ അടിസ്ഥാനത്തിലാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ എന്തെങ്കിലും ഡാറ്റ CPMൻ്റെ കൈവശമുണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരുടെ പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. നമുക്ക് പരിശോധിക്കാം, എന്താണ് സംഭവിക്കുന്നത് പരിശോധിക്കാം. അല്ല, ഇത് നമുക്ക് പരിശോധിക്കാം, നമുക്ക് നോക്കട്ടെ എന്താണ് സംഭവിച്ചേക്കണെന്ന് നോക്കട്ടെ. നമ്മൾ അറിയാതെ ഒരു കമന്റ് പറയണത് ശരിയാണ്, അത് പരിശോധിക്കാം. നമുക്ക് പിൻവലിച്ചല്ലോ, അദ്ദേഹം വളരെ തൃപ്തികരമായ മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം KPCC പ്രസിഡന്റിനാണ് മറുപടി കൊടുത്തത്. തൃപ്തികരമായ മറുപടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി പിൻവലിച്ചു.
വി ഡി സതീശൻ സംസാരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. CPM-ന് ഇക്കാര്യത്തിൽ എന്ത് തെളിവാണ് ലഭിച്ചത് എന്നതുകൂടെ വ്യക്തമാക്കണമെന്ന്, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം അത് സംബന്ധിച്ച് പറഞ്ഞത്. മറ്റ് വാർത്തകളിലേക്ക്. പണക്കിഴി വിവാദത്തെ തുടർന്ന് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പനെതിരായി പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭരണപക്ഷമായ UDF-ൽ കടുത്ത പ്രതിസന്ധിയാണ്. ആ റിപ്പോർട്ടിലേക്ക്. അവിശ്വാസം നേരിടുന്നതിനുള്ള ചർച്ചകൾക്കായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷയുടെ ചേംബറിൽ ഇന്ന് കോൺഗ്രസ് കൗൺസിലർമാർ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് 4 കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഇതേ ചൊല്ലി യോഗത്തിൽ വാക്കുതർക്കവുമുണ്ടായി. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നാണ് UDF തീരുമാനം. ക്വാറം തികയാതെ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയാതെ വരുമെന്നും UDF കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് 4 കോൺഗ്രസ് കൗൺസിലർമാർ യോഗത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. തങ്ങളെ അവഗണിച്ചാണ് ഭരണമെന്നാണ് ഇവരുടെ പ്രധാന പരാതി. ഇക്കാര്യം DCC നേതൃത്വത്തെയും കൗൺസിലർമാർ അറിയിച്ചു കഴിഞ്ഞു. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരെ DCC-യിൽ വിളിച്ചു വരുത്തി നേതൃത്വം വിഷയം ചർച്ച ചെയ്തിരുന്നു. നഗരസഭാ ഭരണം ഏകോപിപ്പിക്കാനും പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാനുമായി DCC ഒരു ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ സമിതിയോട് ആലോചിക്കാതെയാണ് ഇപ്പോഴും പല പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് വിമത കൗൺസിലർമാർ ആരോപിക്കുന്നു. അധ്യക്ഷക്കെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസ് 23-ന് പരിഗണിക്കും. 43 അംഗ കൗൺസിലിൽ LDF-ഉം UDF-ഉം തുല്യനിലയിലാണ്. 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് ഭരണം തുടരുന്നത്. ന്യൂസ് 18 കൊച്ചി. വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞൻ താണു പത്മനാഭൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. പൂനെ സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിൽ ഡീൻ ആയിരുന്നു അദ്ദേഹം. പത്മശ്രീ, ഭട്നഗർ ബഹുമതികൾ നേടിയിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരം കരമന സ്വദേശിയാണ്. ആധുനികവൽക്കരണത്തിന്റെ പുത്തൻ പാതയിലാണ് കൊല്ലം യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സർക്കാർ പിന്തുണയോടെ സ്മാർട്ട് എനർജി മീറ്ററുകൾ വിപണിയിലെത്തിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ പൊതുമേഖലാ കമ്പനിയുടെ ഉൽപ്പാദന മികവ് ഉയർന്നു. വിപണി കണ്ടെത്താനാകുമോ എന്ന ആശങ്ക കമ്പനി അധികൃതർക്ക് ഉണ്ട്. വിദൂര നിയന്ത്രണങ്ങൾ സാധ്യമാകുന്ന ജലവൈദ്യുത മീറ്ററുകളാണ് കമ്പനി പുറത്തിറക്കുന്നത്. പ്രത്യേക ആപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ഓരോ ദിവസത്തെയും യൂണിറ്റ് അറിയാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് ബെഞ്ച്. അപ്പോൾ ഈ ടെസ്റ്റ് ബെഞ്ച് യൂസ് ചെയ്ത് വാട്ടർ ഫ്ലോ നമുക്ക് ഈ മീറ്റർ വഴി കടത്തിവിട്ട് ഇതിൻ്റെ റീഡിംഗ് ടെസ്റ്റ് ചെയ്യുക, എറർ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാം. ഓരോ കൺസ്യൂമേഴ്സിനും വീട്ടിലല്ല എവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആപ്പുണ്ട്. ആപ്പിൽ വാട്ടർ കൺസംഷൻ നമുക്ക് കാണാൻ പറ്റും. പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ വൈദ്യുത മീറ്ററുകളും കമ്പനി പുറത്തിറക്കുന്നു. ഇതിൻ്റെ ഡാറ്റ റീഡ് ചെയ്യാനായിട്ട്, അതായത് എനർജി കൺസംഷൻ റീഡ് ചെയ്യാനായിട്ട് മീറ്റർ റീഡർ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഡാറ്റ എല്ലാം ഇപ്പം KCBയുടെ ആണെങ്കിൽ അവിടേക്കുള്ള ക്ലൗഡ് സെർവറിലേക്ക് ഡാറ്റ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി എത്തുന്നതായിരിക്കും. പിന്നെ ഇതൊരു ചെറിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എനർജി മീറ്റർ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നേരത്തെ റീചാർജ് ചെയ്തിട്ട് എനർജി മേടിച്ചിട്ട് ആ തുകയ്ക്കുള്ള എനർജി കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്ന പോലെ ആക്കാൻ പറ്റും. സർക്കാർ സഹായത്തോടെ മീറ്ററുകൾ പുറത്തിറക്കിയെങ്കിലും വിപണി സാധ്യത കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി കമ്പനി നേരിടുന്നുണ്ട്. KSCB ആയാലും വാട്ടർ അതോറിറ്റി ആയാലും അവരിൽ കൂടി ഇത് വിറ്റഴിക്കാൻ അല്ലെങ്കിൽ വാങ്ങുന്നതിനുള്ള ഒരു നിർദ്ദേശം കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരപ്രദമാകുകയുള്ളൂ. 10 വർഷം മുൻപ് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരുന്നു കൊല്ലത്ത് സർക്കാർ ഉടമസ്ഥതയിലുള്ള മീറ്റർ നിർമ്മാണ കമ്പനി. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 35 ലക്ഷം രൂപയുടെ പ്രവർത്തന ലാഭം നേടി. സർക്കാരിന്റെ കൂടുതൽ പിന്തുണയുണ്ടായാൽ ഇനിയും മെച്ചപ്പെട്ട നിലയിലേക്ക് കമ്പനി മാറും. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 കൊല്ലം. വയനാട്ടിലെ കുടിയേറ്റ കർഷകരുടെ പ്രധാന ഇടമാണ് പുൽപ്പള്ളി. കാർഷിക ജീവിതം കൊണ്ട് മാത്രം കാലങ്ങളെ അതിജീവിച്ച മനുഷ്യർ. ഇവിടെയുണ്ട് 90-ാം വയസ്സിലും തൻ്റെ വീട്ടുമുറ്റത്ത് കൃഷിത്തോട്ടം ഉണ്ടാക്കിയ പുൽപ്പള്ളി സുരഭി കവലയിലെ നിരപ്പ് തൊട്ടിയിൽ മേരിയമ്മ. കൃഷി ചെയ്യാൻ പ്രായം തടസ്സമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പുൽപ്പള്ളിയിൽ നിന്നും രതീഷ് വാസുദേവൻ്റെ റിപ്പോർട്ടിലേക്ക്. വയസ്സ് 90 ചെറിയ ആയാസമൊഴിച്ചാൽ തന്റെ കൃഷിജീവിതത്തിൽ സജീവമാണ് മേരിയമ്മ എന്ന നിരപ്പ് തൊട്ടിയിൽ മേരിക്കുട്ടി. കൃഷിപ്പണിയിൽ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് മാത്യുവിന്റെ വേർപാട് അല്പം സങ്കടത്തിലാക്കിയിട്ടുണ്ടെങ്കിലും മേരിയമ്മ തന്റെ വീട്ടുമുറ്റത്തെ കൊച്ചു കൃഷിത്തോട്ടത്തിൽ ഇന്നും സജീവമാണ്.
60കളിൽ കോട്ടയം കുറുവിലങ്ങാട് നിന്നും ചുരം കയറി വന്ന മേരിയമ്മയ്ക്ക് അന്നും ഇന്നും കൃഷി ജീവിതചര്യയാണ്. പ്രായത്തിന്റെ അവശതകൾ മറികടന്ന് മേരിയമ്മ തന്റെ കൃഷിവിളകളെ പരിപാലിക്കുകയാണ്. ഇഞ്ചിയുണ്ട്, കപ്പയിട്ട്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ പണിയുണ്ട്, പണിയാതിരിക്കാൻ പറ്റിയല്ലോ. എല്ലാ കൂട്ടം പറമ്പിൽ കൂടെ പണിയാൻ ഒക്കെ പോകുമായിരുന്നു. ഇപ്പം പറമ്പിലേക്കൊന്നും പോകാൻ പറ്റിയല്ല. ഇതിലൂടെയൊക്കെയുള്ള പണിയുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാരണേ ഇപ്പോഴും ചെയ്യാതിരിക്കാൻ പറ്റിയല്ല. ജീവിക്കണ്ടേ. വറുതിയുടെ വയനാടൻ കാലത്ത് പ്രാണനെ പിടിച്ചു നിർത്തിയത് നാടൻ കാർഷിക വിളകളുടെ കൃഷിയായിരുന്നു. പിന്നീട് കുരുമുളക് കൃഷിയിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ഇടമായി മാറി പുൽപ്പള്ളി. പിന്നീട് വിളത്തകർച്ചയും വിലത്തകർച്ചയും തകർത്തുകളയാൻ ശ്രമിച്ച പുൽപ്പള്ളിയിലെ കുടിയേറ്റ കർഷകന്റെ തകരാത്ത മനോവീര്യം തന്നെയാണ് 90കളിലും ആവേശപൂർവ്വം വീട്ടുമുറ്റത്തെ കൃഷിയിടത്തിൽ ഊർജ്ജസ്വലയായി നിൽക്കാൻ മേരിയമ്മയെ പ്രാപ്തയാക്കുന്നത്. രാഹുൽ ഗാന്ധി MP ഈ കർഷക ദമ്പതികളെ നേരിട്ടെത്തി അനുമോദിച്ചിരുന്നു. ന്യൂസ് 18 വയനാട്. കോവിഡ് കാലത്ത് വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം ഉറപ്പാക്കി തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ല. വ്യായാമ മുറകളുടെ ദൃശ്യങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു നൽകിയാണ് വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകുന്നത്. പരിപാടിയുടെ CD പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 1.5 വർഷമായി വീടുകളിൽ അടഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശാരീരിക മാനസിക ഉല്ലാസം പകരാനാണ് വ്യത്യസ്താശയവുമായി തിരുവനന്തപുരം DEO രംഗത്തെത്തിയത്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വ്യായാമ മുറകളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് CD-കളിലാക്കി സ്കൂളുകളിൽ എത്തിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ വാട്സ്ആപ്പ് മുഖേന മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിലെ 102 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് വീടുകളിൽ കായിക പരിശീലനം ഉറപ്പാക്കുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അധ്യാപകർ വഴി കുട്ടികളിൽ എത്തിക്കുകയും അവര് അത് വീട്ടിൽ നിന്ന് അവര് കൃത്യമായി അത് രാവിലെ ചെയ്യാവുന്ന ഒരു 35 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എക്സസൈസുകളാണ് ഈ വീഡിയോ ക്ലിപ്പിംഗ്സിലൂടെ കൊടുക്കുന്നത്. രക്ഷിതാക്കളെയും കായിക പരിശീലനം നടത്താൻ സഹായിക്കുന്ന രീതിയിലാണ് പരിശീലന പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത്. വീടുകളിൽ വിദ്യാർത്ഥികൾ പരിശീലനം നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. KPC അധ്യക്ഷൻ K. സുധാകരൻ കൊച്ചിയിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് പോരായ്മകളുണ്ട്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നേരിയ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അപകടകരമാകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. പൊതുവെ രാഷ്ട്രീയമായി എന്തിനും ഏതിനും അപക്വമായ സമീപനം പലപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കീഴ്വഴക്കം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും അത് വലിയ വിഷയങ്ങളാക്കി മാറാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുകയാണ്. ആ വിഷയത്തിൻ്റെ അകത്തേക്ക് ഞാൻ പോകാനൊന്നും താല്പര്യമില്ല. പക്ഷേ ആ വിഷയമുണ്ടാക്കിയ പ്രത്യാഘാതം, ആ വിഷയമുണ്ടാക്കിയ സമൂഹത്തിലെ ചലനങ്ങൾ, ചർച്ചകൾ വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ബിഷപ്പിൻ്റെ പരാമർശത്തോട് പ്രതികരിച്ചവർ, അതിനെ അനുകൂലിച്ചവർ, അതിനെ എതിർത്തവർ, അതിൽ കക്ഷിയായവർ, എല്ലാ ആളുകളുടെയും ആശങ്ക ഇന്നും നിലനിൽക്കുന്നു. സത്യത്തിൽ അത്രയൊന്നും ഏറെ വിവാദമായ ഒരു വിഷയമായി ഞങ്ങൾക്ക് അത് തോന്നിയിട്ടില്ല. പക്ഷെ നേരിയ ചലനം കൊണ്ട് പ്രാധാന്യം അർഹിക്കാത്ത രീതിയിലേക്ക് K. സുധാകരൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിലേക്ക് തന്നെ തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വരാം. നമസ്കാരം.